ആൻഡ് ഗൈറോമിക് യൂസ് ചെയ്യുന്ന 10,000 അല്ല, ഈ കാണുന്ന 4,000 രൂപ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന എന്നാൽ പ്രീമിയം ക്വാളിറ്റി ഹെൽത്ത് ഫീച്ചേഴ്സിനോടൊപ്പം കുറേയധികം സ്മാർട്ട് ഫീച്ചേഴ്സിൽ വരുന്ന ഒരു സ്മാർട്ട് ടെക്കിയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ ടെക്കിയുടെ ബോക്സ് ക്വിക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ചാർജിംഗ് കേസ്, നെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് മറ്റ് പേപ്പർ ഡോക്യുമെന്റേഷൻ കാർഡ്സ്. ആൻഡ് ചാർജിംഗ് കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ടെക്കി. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്മാർട്ട് റിംഗിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇതിന്റെ കോമ്പാക്ടിബിലിറ്റി. മെയിൻ ആയിട്ടും ഹെൽത്ത് ഫീച്ചേഴ്സിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് റിംഗ് ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും ക്യാരി ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് റിംഗ് ജസ്റ്റ് 4.7 ഗ്രാംസ് മാത്രമാണ് വെയിറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതൊരു സ്മാർട്ട് റിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിക്ക് വേണ്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിസൈനിലാണ് ഈ ഒരു സ്മാർട്ട് റിംഗ് ടോട്ടൽ ആയിട്ടും വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം ഈ ഒരു സ്മാർട്ട് റിംഗിനകത്ത് 5 ATM ഡസ്റ്റ്, സ്വെറ്റർ, സ്പ്ലാഷ് റെസിസ്റ്റന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ നമ്മുടെ സ്മാർട്ട് റിംഗിനകത്തിലെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ടുള്ള സെൻസേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഓട്ടോ സ്കിൻ ടെമ്പറേച്ചർ മോണിറ്ററിംഗ് ഫീച്ചർ ആണുള്ളത്. അതുപോലെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ HRV മോണിറ്റർ ഉണ്ട്. HRV എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി മോണിറ്റർ ആണ്. ഇതിനോടൊപ്പം സ്ലീപ്പ് മോണിറ്റർ, SpO2 സെൻസർ, ഇതിനോടൊപ്പം സ്ട്രെസ് മോണിറ്ററിംഗ് സെൻസേഴ്സും എന്നിങ്ങനെ കുറേയധികം ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള സെൻസേഴ്സ് ഈ ഒരു സ്മാർട്ട് റിംഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടും ഹെൽത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തരം ഫീച്ചേഴ്സും എല്ലാത്തരം സെൻസേഴ്സും ഈ ഒരു സ്മാർട്ട് റിംഗിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് റിംഗിനകത്ത് നമുക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള കൗണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് റിംഗിന് ലഭിക്കത്തില്ല. ഏകദേശം ഒരു കൗണ്ട് മാത്രമാണ് ഈ സ്മാർട്ട് റിംഗിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് അതുപോലെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള ഹാർട്ട് റേറ്റ് സെൻസർ, മറ്റ് സെൻസേഴ്സിന്റെ ഒക്കെ ഒരു റേറ്റിംഗ് അതല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു അളവ് നമുക്ക് ബോട്ടിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ബോട്ടിന്റെ ക്രസ്റ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ സ്മാർട്ട് റിംഗിന്റെ നെയിമും അതുപോലെ സിങ്ക്രണൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ കാണാൻ പറ്റുന്നതാണ്. തൊട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റ് സെൻസേഴ്സും അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാനുള്ള സെൻസേഴ്സിന്റെ ആക്ടിവേഷൻ ബട്ടൺ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് റിംഗിന് മറ്റൊരു ഫീച്ചർ എക്സ്ട്രാ ഇവർ കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി സെറ്റിംഗിൽ പോയതിനു ശേഷം റിംഗ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ക്യാമറ കൺട്രോൾ എന്ന് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു മോതിരം നമ്മുടെ കയ്യിലിട്ടുകൊണ്ട്, അതായത് സ്മാർട്ട് റിംഗ് കയ്യിലിട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ വേവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ക്യാമറ ആപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്മാർട്ട് റിംഗ് വേവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഒരു ഫോട്ടോസും മറ്റും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് റിംഗിന്റെ ചാർജിംഗ് ബാക്കപ്പ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന ലുട്ടാപ്പി ചാർജിംഗ് കേസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്മാർട്ട് റിംഗ് ചാർജ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ഒരു സ്മാർട്ട് റിംഗ് ഒരു കേസിനകത്ത് ഇട്ടുകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതിലൂടെ അപ് ടു 30 ഡേയ്സ് വരെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതല്ല നമ്മുടെ സ്മാർട്ട് റിംഗ് ഒറ്റ ടൈം ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ 5 ഡേയ്സ് അപ് ടു നമുക്ക് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ യൂസ് അനുസരിച്ചാണ് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നത്. എങ്കിൽ കൂടിയും ഒരു സ്മാർട്ട് റിംഗ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് ഈ ഒരു പ്രൈസിന് ഇതിനകത്ത് ലഭിക്കുന്നത്. ആൻഡ് ഫൈനലി ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ ഒരു സ്മാർട്ട് റിംഗ് നമുക്ക് 4,000 രൂപ ബഡ്ജറ്റിലാണ് ഓൺലൈനോടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ മറ്റ് സ്മാർട്ട് റിംഗിൽ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബോട്ടിന്റെ ഈ ഒരു സ്മാർട്ട് റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സ്മാർട്ട് റിംഗിന് പുറമെ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ബാൻഡ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ പകുതി വിലയ്ക്ക് നമുക്ക് സ്മാർട്ട് ബാൻഡ്സും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് പോലെ നമുക്ക് കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും. സോ കോമ്പാറ്റിബിലിറ്റി അതല്ലെങ്കിൽ ഒരു യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ സ്മാർട്ട് റിംഗ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് നല്ലൊരു വിലക്കുറവിൽ, അതായത് ഒരു 3,500 അതല്ലെങ്കിൽ ഒരു 4,000 രൂപയ്ക്കുള്ളിൽ നല്ലൊരു സ്മാർട്ട് റിംഗ് കിട്ടുവാണെങ്കിൽ, അതുപോലെ മെയിൻ ആയിട്ടും ഹെൽത്ത് ചെക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി, ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി ഈ സ്മാർട്ട് റിംഗ് റെക്കമെൻഡഡ് ആണ്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് നമ്മുടെ ലുട്ടാപ്പി പെട്ടിയിൽ വരുന്ന ഒരു സ്മാർട്ട് ടെക്കിയുടെ, അതായത് സ്മാർട്ട് റിംഗിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ. സോ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.